നമസ്കാരം. രാഷ്ട്രപതിയുടെ അഭിസംബോധനയെ വിമർശിച്ച് സോണിയാഗാന്ധി നടത്തിയ പരാമർശം വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സോണിയാഗാന്ധിക്കെതിരെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷം, അതും 60 കൊല്ലം രാജ്യം ഭരിച്ച പാർട്ടി നേതാക്കൾ, ഒരു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ ബോറിംഗ്, പുവർ ലേഡി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത്. അധികാരമില്ലാത്ത കോൺഗ്രസിന്റെ മാനസികാവസ്ഥ പരിതാപകരം എന്നേ പറയാനുള്ളൂ. സോണിയയുടെ അഹങ്കാരവും താൻ എന്തോ വലിയ സംഭവമാണ് എന്നും പ്രസിഡന്റ് ദ്രൗപദി മുർമു നിസ്സാരയാണ് എന്നും കാണിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്. പിന്നോക്ക ആദിവാസി വിഭാഗത്തിൽ ജനിച്ച ഇന്ത്യൻ പ്രസിഡന്റായ ദ്രൗപദി മുർമുവിനെ പുവർ ലേഡി എന്ന് വിളിച്ച സോണിയ ഭരിക്കുമ്പോഴാണ് പ്രതിഭ പാട്ടീൽ പോലെ ഒരാളെ പ്രസിഡന്റാക്കി റബ്ബർ സ്റ്റാമ്പ് പോലെ പരിഗണിച്ചത് എന്ന കാര്യം മറക്കരുത്. ഈ സംഭവത്തിൽ പ്രതികരണവുമായി രാഷ്ട്രപതി ഭവനും രംഗത്തെത്തിയിട്ടുണ്ട്. അന്തസ്സിന് മുറിവേൽപ്പിക്കുന്ന പരാമർശം എന്നാണ് രാഷ്ട്രപതി ഭവൻ പ്രതികരിച്ചത്. രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് ശേഷം പാർലമെന്റിന് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു സോണിയയുടെ വിവാദ പരാമർശം. പ്രസംഗം എങ്ങനെയുണ്ടായിരുന്നു എന്ന ചോദ്യത്തിനായിരുന്നു ഈ മറുപടി. കടുത്ത അതൃപ്തി അറിയിച്ച രാഷ്ട്രപതി ഭവൻ പ്രസംഗത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും രാഷ്ട്രപതി ക്ഷീണിതയായിരുന്നില്ല എന്നും അന്തസ്സിന് മുറിവേൽപ്പിക്കുന്നതാണ് പരാമർശമെന്നും പ്രതികരിച്ചു. മോശം ഉദ്ദേശത്തോടെയുള്ള പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും രാഷ്ട്രപതി ഭവൻ വ്യക്തമാക്കി. രാജ്യത്തെ മുഴുവൻ ആദിവാസികളെയും പാവപ്പെട്ട ജനങ്ങളെയുമാണ് സോണിയാഗാന്ധി അപമാനിച്ചത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. രാഷ്ട്രപതിയെയും ഭരണഘടനയെയുമാണ് സോണിയാഗാന്ധി അപമാനിച്ചത് എന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും പറഞ്ഞു. രാഷ്ട്രപതി ദുർബലയല്ലെന്നും സോണിയാഗാന്ധി മാപ്പ് പറയണമെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു ആവശ്യപ്പെട്ടു. സോണിയാഗാന്ധിയുടെ വാക്കുകളിൽ അനാദരമില്ലെന്നും പരാമർശം വളച്ചൊടിക്കുന്നത് നിർഭാഗ്യകരമാണ് എന്നും പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. സോണിയാഗാന്ധിയുടെ പരാമർശം വരും ദിവസങ്ങളിൽ പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ സോണിയാഗാന്ധിയെ വെള്ളപൂശാൻ പിങ്ക് മോൾ രംഗത്തെത്തിയിട്ടുണ്ട്. രാഷ്ട്രപതിയോട് എക്കാലവും ബഹുമാനമേ ഉള്ളൂവെന്നും സോണിയാഗാന്ധിയുടെ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടു എന്നുമാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അതേസമയം ബജറ്റ് സമ്മേളനത്തിനിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിൽ നടത്തിയ അഭിസംബോധന പ്രസംഗത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയെ കുറിച്ച് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി നടത്തിയ പാവം പരാമർശം വിവാദമാകുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. പാർലമെന്റിൽ രാഷ്ട്രപതി ഇന്ന് നടത്തിയ പ്രസംഗം വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള നമ്മുടെ രാജ്യത്തിന്റെ പാതയെ പ്രതിധ്വനിപ്പിക്കുന്നുവെന്നും വിവിധ മേഖലകളിലെ പദ്ധതികളെ പറ്റിയും എല്ലാ മേഖലകളുടെയും സമഗ്ര വികസനത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും രാഷ്ട്രപതി സംസാരിച്ചു. യുവാക്കൾക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയെ പറ്റിയുള്ള തന്റെ കാഴ്ചപ്പാടും രാഷ്ട്രപതി വ്യക്തമാക്കിയെന്നും മോദി എക്സിൽ കുറിച്ചു. അതേസമയം അപകീർത്തികരമായ പരാമർശമാണ് സോണിയയുടേത് എന്ന് BJP നേതാക്കൾ പ്രതികരിച്ചു.